ഇന്ന് നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡീസൽ എഞ്ചിനുകളിലും കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ CRDI എന്ന് പറയുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഡീസൽ എഞ്ചിനുകൾ അത് ഉണ്ടാക്കിയ കാലം മുതലേ ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനുകളാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജർമ്മൻ എഞ്ചിനായിട്ടുള്ള റുഡോൾഫ് ഡീസലാണ് ഡീസൽ എഞ്ചിൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അന്ന് ഫുള്ളി മെക്കാനിക്കലായിട്ടുള്ള എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷനിൽ തുടങ്ങി ഇന്നത് ഫുള്ളി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള CRDIയിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ മറ്റ് പല ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജികളും ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ പ്രഷർ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ നിലവിൽ CRDIയിലാണ് ഏറ്റവും എക്സ്ട്രീം ഡീസൽ ഇഞ്ചക്ഷൻ പ്രഷർ ഉള്ളത്. നമുക്കറിയാം ഇപ്പോൾ പെട്രോൾ എഞ്ചിനുകളിലാണെങ്കിലും ഡീസൽ എഞ്ചിനുകളിലാണെങ്കിലും ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഈ ജനറലി ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒരു നോസിലൂടെ ഈ ഫ്യൂവലിനെ ഹൈ പ്രഷർ ഉപയോഗിച്ച് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അറ്റോമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അറ്റോമൈസ് ചെയ്യുന്ന വഴി ഈ ഫ്യൂവൽ നന്നായിട്ട് എയറുമായിട്ട് മിക്സ് ആവുകയും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുക, അടുപ്പിൽ വലിയൊരു മരക്കഷ്ണം എടുത്ത് കത്തിക്കുന്ന സമയത്ത് അത് കത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ആ മരക്കഷ്ണം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കത്തിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂവലിനെ നല്ല ചെറിയ പാർട്ടിക്കിൾസ് ആയി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കത്തിക്കുന്ന വഴി ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കത്തുകയും അതുവഴി നല്ല പവർ ലഭിക്കുകയും നല്ല മൈലേജ് ലഭിക്കുകയും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിലൂടെ ഫ്യൂവൽ എത്രത്തോളം അറ്റോമൈസ് ആവുന്നു എന്നുള്ളത് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രഷറിനെ ആശ്രയിച്ചിരിക്കും. പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പ്രഷർ വളരെ കൂടുതലായിരിക്കും. കാരണം പെട്രോൾ എന്ന് പറയുന്നത് ഒരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡാണ്. അതായത് പെട്രോൾ പെട്ടെന്ന് ആവിയാവും. അതുകൊണ്ട് തന്നെ പെട്രോൾ ഇഞ്ചക്ട് ചെയ്ത ഉടനെ നന്നായിട്ട് ആവിയായി എയറുമായിട്ട് പെട്ടെന്ന് മിക്സ് ആവും. അതുകൊണ്ട് തന്നെ പെട്രോൾ അധികം പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് പെട്രോൾ എഞ്ചിനുകളിൽ എയറും ഫ്യൂവലും മിക്സ് ആവാൻ കുറച്ചും കൂടെ അധികം സമയം ലഭിക്കുകയും ചെയ്യും. പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന MPFI ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ 40 മുതൽ 90 PSI ഇടയിലാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പ്രഷർ വരുന്നത്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ GDI ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഏകദേശം 3000 PSIക്ക് അറൗണ്ട് ആയിരിക്കും ആ ഇഞ്ചക്ഷൻ പ്രഷർ വരുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഡീസൽ എഞ്ചിനിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന CRDIയുടെ ഇഞ്ചക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് 25,000 30,000 PSI ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ടയറിൽ കാറ്റടിക്കുന്നത് 30-35 PSI പ്രഷറിലൊക്കെയാണ്. അപ്പോൾ അതിനപേക്ഷിച്ച് എത്രത്തോളം ഹൈ പ്രഷറിലാണ് CRDI ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് ചിന്തിക്കുക. ഈ ഡീസലിനെ ഇത്രയും എക്സ്ട്രീം പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യാൻ കാരണം ഡീസൽ പെട്രോളിനെ പോലെ പെട്ടെന്ന് ആവിയാവില്ല. അപ്പോൾ ഡീസൽ നന്നായിട്ട് എയറുമായിട്ട് മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യണം. അതിന് വളരെ വലിയ പ്രഷർ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനുകളിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തിലാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത ഉടനെ തന്നെ ഇത് കത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് ആവാൻ എടുക്കുന്ന സമയം വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്താലേ ഇത് നന്നായിട്ട് എയറുമായിട്ട് മിക്സായി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കത്തുകയുള്ളൂ. ഒരു ഡീസൽ എഞ്ചിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ നല്ലൊരു ഭാഗം ആ ഒരു എഞ്ചിൻ്റെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചിലവാകും. കാരണം അത്രയും ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യാനും അത് താങ്ങാനുള്ള ശേഷി ആ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡീസൽ എഞ്ചിന് വില കൂടാനുള്ള കാരണങ്ങളിലൊന്നും ഇതാണ്. ഈ CRDI പോപ്പുലർ ആവുന്നതിന് മുന്നേ ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിച്ചിരുന്ന മറ്റു 2 പ്രധാനപ്പെട്ട ഫ്യൂവൽ സപ്ലൈ സിസ്റ്റങ്ങളാണ് ഇൻലൈൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് സിസ്റ്റം അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് സിസ്റ്റം. ഈ ഇൻലൈൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഇൻഡിവിജ്വൽ പമ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് എത്ര സിലിണ്ടറുകളുണ്ടോ അത്രയും പ്ലഞ്ചർ ആൻഡ് ബാരൽ ടൈപ്പ് പമ്പുകൾ, അതിനെ ഹെലിക്സ് പമ്പ് അല്ലെങ്കിൽ ജെർക്ക് പമ്പ് എന്നൊക്കെ പറയും. ഇങ്ങനെ എത്ര ഇഞ്ചക്ടർ ഉണ്ടോ അത്രയും ഈ ഹെലിക്സ് പമ്പുകൾ ഒരു നിരയായിട്ട് ഇതിനകത്ത് അറേഞ്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോന്നിൽ നിന്നും ഓരോ ഇഞ്ചക്ടറിലേക്ക് സെപ്പറേറ്റ് കണക്ഷൻ പോവുകയും ചെയ്യും. ഈ ഇൻലൈൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഒരു ഫുള്ളി മെക്കാനിക്കൽ സിസ്റ്റമാണ്. ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പ്രഷർ നമ്മുടെ ഡീസൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നോയ്സ് ഉണ്ടാകും. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രശ്നങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വന്നു. ഇതിനകത്ത് എത്ര സിലിണ്ടർ ഉണ്ടെങ്കിലും ഒരു സിംഗിൾ പമ്പിംഗ് എലമെൻ്റ് ആ പമ്പിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ പമ്പിൽ നിന്നും ഓരോ ഇഞ്ചക്ടറിലേക്കും സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഇനി CRDIയിലേക്ക് വരുന്ന സമയത്ത് ഈ പേര് പോലെ തന്നെ കോമൺ റെയിൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത്. ഈ കോമൺ റെയിൽ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ട്യൂബാണ്. ഹൈ പ്രഷർ ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസർവോയർ പോലെയാണ് ഈ കോമൺ റെയിൽ വർക്ക് ചെയ്യുന്നത്. ഹൈ പ്രഷർ പമ്പ് ഹൈ പ്രഷറിൽ ഡീസലിനെ ഈ കോമൺ റെയിലിലേക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. ഈ റെയിലിൽ നിന്ന് പിന്നെ ഓരോ ഇഞ്ചക്ടറിലേക്ക് സെപ്പറേറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുവഴി എപ്പോഴും ഇഞ്ചക്ടറുകൾക്ക് ഒരു ഹൈ പ്രഷർ സപ്ലൈ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഈ CRDIയിലെ മറ്റു പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പൊതുവേ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റങ്ങളിൽ 2 പമ്പുകൾ ഉണ്ടായിരിക്കും. ഒരു ലോ പ്രഷർ പമ്പും ഉണ്ടായിരിക്കും, ഒരു ഹൈ പ്രഷർ പമ്പും ഉണ്ടായിരിക്കും. CRDIയിലും ഇങ്ങനെ 2 പമ്പുകളുണ്ട്. CRDIന് ലോ പ്രഷർ പമ്പ് ടാങ്കിനകത്തായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഈ ലോ പ്രഷർ പമ്പിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലുള്ള ഡീസലിനെടുത്ത് ഹൈ പ്രഷർ ഡീസൽ പമ്പിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്.
ഈ ലോ പ്രഷർ പമ്പിൽ നിന്നും ഡീസൽ നേരെ പോകുന്നത് ഒരു ഡീസൽ ഫിൽറ്ററിലേക്കാണ്. ഈ ഡീസൽ ഫിൽറ്ററിലെ ജോലി ആ പേര് പോലെ തന്നെ ഡീസലിലുള്ള കരടും പൊടിയിനൊക്കെ അരിക്കലാണ്. കാരണം ഈ ഇഞ്ചക്ടറുകളിലൊക്കെ വളരെ ചെറിയ ലേസർ ഡ്രിൽഡ് ആയിട്ടുള്ള ഹോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയ ഹോളിലൊക്കെ ഈ പൊടിയൊക്കെ വന്ന് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഡീസൽ നല്ല ക്ലീൻ ചെയ്യണം. അതിനാണ് ഈ ഡീസൽ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത്. ഈ ഡീസൽ ഫിൽറ്ററിൽ നിന്നും ഡീസൽ പിന്നീട് പോകുന്നത് ഹൈ പ്രഷർ പമ്പിലേക്കാണ്. ഈ ഹൈ പ്രഷർ പമ്പിൻ്റെ ജോലി ഈ ഡീസലിനെ ഹൈ പ്രഷറിലേക്ക് ആക്കി ആ കോമൺ റെയിലിനകത്തേക്ക് നിറക്കലാണ്. ഈ ഹൈ പ്രഷർ പമ്പ് എഞ്ചിനിൽ നിന്നും പവർ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ ഇത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൽ നിന്നോ ഡ്രൈവ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹൈ പ്രഷർ പമ്പിൽ നിന്നും ഹൈ പ്രഷറിലുള്ള ഡീസൽ ഫ്യൂവൽ റെയിലിലേക്ക് വന്ന് നിറയും. ഈ ഫ്യൂവൽ റെയിലിൽ നിന്നും പിന്നീട് ഡീസൽ പോകുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്കാണ്. അങ്ങനെ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് വരെ ഈ ഒരു ഫ്യൂവൽ ലോഡായി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഇഞ്ചക്ടേഴ്സ് ആണ്. അത് സോളിനോയിഡ് ടൈപ്പ് ഇഞ്ചക്ടറോ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ടൈപ്പ് ഇഞ്ചക്ടേഴ്സോ ആണ് ഉപയോഗിക്കുന്നത്. ഈ സിസ്റ്റത്തിന് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്. എപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യണം, എത്ര അളവിൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ECU ആണ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അവരുടെ ഡീസൽ എഞ്ചിനുകളിൽ ഈ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പല ബ്രാൻഡുകളും അവരവരുടേതായിട്ടുള്ള പേരുകൾ ഈ ഒരു സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹ്യുണ്ടായി കാറുകളാണെങ്കിൽ അവരവരുടെ CRDA എഞ്ചിനിൽ കറക്റ്റ് CRDA എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിൽ അവർ CRDE എന്നാണ് വിളിക്കുന്നത്, അതായത് കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ. ഇനി ഫോർഡിലേക്ക് വരുന്ന സമയത്ത് അവർ TDCI എന്നാണ് വിളിക്കുന്നത്, അതായത് ടർബോ ഡീസൽ കോമൺ റെയിൽ ഇഞ്ചക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി മാരുതിയിലേക്ക് വരുമ്പോൾ DDIS എന്നാണ് പറയുന്നത്, ഡീസൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഫോക്സ് വാഗൻ്റെ TDI എഞ്ചിൻ, അതായത് ടർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ തന്നെ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ, ഹോണ്ടയുടെ ID.Tech എഞ്ചിൻ, ഇതൊക്കെ ബേസിക്കലി കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ്. അപ്പോൾ CRDയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.